Guys, good morning guys. ഇത് ഗുഡ് മോർണിംഗ് അല്ല, ഇത് ഗുഡ് ആഫ്റ്റർനൂൺ ആയി. Good afternoon guys. 11 മണിയായി. അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു നമുക്കൊരു ഡെയിലിയിലെ അല്ല എന്താ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇത് കാരണം ഞാൻ വന്നതാണ് ഗായ്സ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോഴേ ഇവിടെ ഒരുത്തി ഹാജരായിട്ടുണ്ട്. ഇവൻ ഇപ്പൊ എണ്ണീറ്റതല്ല, ഇവൻ രാവിലെ ഒന്ന് എണ്ണീറ്റ് ഒരു ഓംപ്ലേറ്റും തിന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എണ്ണീറ്റ് 2 ചപ്പാത്തിയും നിന്ന് പല്ല് തേക്കാതെ കിടക്കുവാണ്. എന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. കള്ളനാ ഗൈസ്, ഭയങ്കര ഞാൻ കള്ളം പറയത്തില്ല ഗൈസ്. ഇവന്റെ പകുതി ഞാൻ തിന്നുവാ, ഇവൻ തിന്നിട്ട് ബാക്കി ഞാൻ തിന്നു. എനിക്ക് പന്ന ചപ്പാത്തി ആയിരുന്നു, എന്നെ ചതിച്ചതാ. അപ്പൊ ഗൈസ് ഞാൻ പല്ല് തേക്കാൻ പോവാണ് ഗൈസ്. തുടങ്ങിയപ്പോ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്, പക്ഷെ നടക്കുന്നില്ല സാധനം. അങ്ങോട്ട് വർക്കൗട്ടായി വരണ്ട സമയം എടുക്കും. ഇതോടെ കൂട്ടി 6ാമത്തെ ടേക്കാണ്. ബൈ ദ ബൈ മൈ ന്യൂ ബ്രഷ്. പുതിയതല്ലത്, ഒരു കൊല്ലം ആയ ബ്രഷ്. അത് ഇതിന്റെ വളമൊക്കെ ഡിസൈൻ ആണ് ഗൈസ്. പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ ഡെയിലി പല്ല് തേക്കാറുണ്ട്. ഇവൾ പറയും ഞാൻ പല്ല് തേക്കാറില്ല. സത്യസന്ധം പറയണം, നമ്മളെ അങ്ങനെ കള്ളം പറയും. ഞാൻ പണ്ട് ആക്സിഡന്റിന് മുന്നേ പല്ലേ തേക്കാറില്ല എന്നല്ല, ഞാൻ എന്നും രാവിലെ പല്ല് തേച്ചില്ലെങ്കിൽ ഞാൻ വൈകിട്ട് പല്ല് തേക്കാറ്. വൈകിട്ട് വന്നിട്ടാ ഗൈസ് പല്ല് തേക്കുന്നത്. രാവിലെ എനിക്ക് സമയം കിട്ടാറില്ല പല്ല്. എന്താ കുഞ്ഞാ എന്ന് സമയം കിട്ടാറില്ല കുഞ്ഞു. പകുതി ദിവസം കോളേജിൽ കോളേജിൽ പോകുന്ന ദിവസമൊക്കെ പല്ല് തേക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയ ദിവസം ഇതൊക്കെ അവര് കേൾക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം. അപ്പം ഞാൻ പല്ല് തേച്ചിട്ട് വരാം ഗൈസ്. പല്ല് തേച്ച് കഴിഞ്ഞു. 2 ചപ്പാത്തിയും 2 ദോശയും മുട്ടയൊക്കെ തിന്നു. പല്ലും തേച്ച് കഴിഞ്ഞു. ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഇപ്പൊ വരാം. ഞാന് വീൽ ചെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഐ ആം സോ എന്റെ വണ്ടിയെന്ന് പറ. എന്താണ് ഗൈസ് ഇത്? മാറി, ഞാൻ കേറാൻ പോവാ ഗൈസ്. അപ്പൊ ഞാൻ വീൽ ചെയർ കയറുന്നത് നിങ്ങൾ കാണൂ. ഐ ആം സെൽഫ് ഇൻഡിപെൻഡന്റ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വീൽ ചെയറിൽ കയറേണ്ടതെന്ന്, ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിന്റെ ഒരു ഭാഗമാണിത്. കാണൂ. വിളിക്കുന്നേ ഇച്ചിരി പാടാണ് ഗൈസ്. ഞാനും ഒരു ഗൈസ് ഇപ്പൊ നമ്മള് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ നമുക്ക് റോഡിൽ കൂടെ ഐസ്ക്രീം പോയത് കണ്ടു. ജ്യോതിക ജയ്ക്ക് ഐസ്ക്രീം തന്നെയാണെന്നൊരു മോഹം. മാംഗോ ബാർ കൊണ്ട് വാങ്ങിച്ച് കൂട്ടുകയാണ്. അമ്മ എന്താ ചില്ലറൊക്കെ പറക്കാൻ എന്താ ഇന്നാ 80 രൂപ. ഇടി ഇന്നത് വേണ്ടി ഇത് അമ്മ അതും കൊടുത്ത് 80 ഉണ്ട്. ഓക്കെ ചേട്ടാ, ബൈ. ചേട്ടാ അങ്ങനെ നമ്മൾ ഐസ്ക്രീം തിന്നാൻ പോവുകയാണ്. വിളിക്കാം. ഓഹോ വെള്ള സാധനം തന്നില്ലല്ലോ അവര്. നിന്റെ ഉണ്ടല്ലോ. പൊടി ഉണ്ടടി, കടിക്കാന്ന് ഇല്ല. ഒരു കയ്യിൽ ചോക്കോബാർ, മറ്റു കയ്യിൽ മാംഗോ ബാർ. നീ വിൽക്കാൻ നടക്കോ? എന്താ പാടിയത്? ചോക്കോബാർ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ എന്തിനാ അത്ര ആരാകുന്നത്? നീ പിന്നെ നീ
ഗൈസ് നല്ല ഐസ്ക്രീം ആയിരുന്നു ഗൈസ്. മാംഗോ ബാർ നല്ലതായിരുന്നു, ചോക്കോ ബാർ കൊള്ളത്തില്ല. നല്ല ഐസ്ക്രീമാണ് ഗൈസ്, സൂപ്പറാണ്. ആ പുള്ളി ഉണ്ടാക്കുന്നതായിരിക്കത്തില്ലല്ലോ, ഇന്ന് അഴുക്ക് വെള്ളത്തിനകത്തൊന്നൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ആരാ വിളിച്ചു വരുത്തിയത്? ചേട്ടാ 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 സോറിയുടെ ആരാ വിളിച്ചു വരുത്തിയത്? ഒരു കൊതിക്ക് ഒന്നോ രണ്ടോ തിരുന്നോ കുഴപ്പമില്ല. നീ എത്രാമത്തെ ഇത് കണ്ടോ ഗൈസ്? മടിയിരിക്കുന്നുണ്ട്. ഇത് രണ്ടെണ്ണം സൈഡിൽ. ഇത് അവന്റേതാ. അവന്റെ അവന്റെയും കൂടെ ആരാ തിന്നുന്നേ? അത് നീ നിന്നെ കമന്റിൽ എല്ലാരും പറയുന്നുണ്ടായിരുന്നു യദുവിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിന്റെ ഹെൽത്ത് നോക്കണം, എന്റെ കർത്തവ്യമല്ലേ. നമ്മുടെ തോട്ടം കാണിക്കാം. തോട്ടം നമുക്ക് നമ്മളുടെ എന്നുവെച്ചാ നമ്മുടെ നാരായണൻ മാമൻ നട്ടുവെച്ച, അമ്മ ശുശ്രൂഷിക്കുന്ന, അച്ഛൻ മൈൻഡ് ചെയ്യാത്ത, ആരും മൈൻഡ് ചെയ്യാത്ത നമ്മുടെ എനിക്ക് വേണ്ടിയിട്ടുള്ള, അതെ, ജ്യോതിക ജയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ചീരകൃഷിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ചീരകൃഷി. ഒത്തിരി ഉണ്ട് ഗൈസ്. ഈ പോകുന്ന ഒരു വാഴ അതല്ല, ഇതാണ് ചീര. ഇത് ഇത്രയും ചീരയാണ് ഗൈസ്. ഇത് ഇത്രയും ചീര. പിന്നെ ഏതാണ്ട് അവിടെ വെണ്ടയ്ക്ക പിടിച്ചിട്ടുണ്ട്. വെണ്ട കിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ താഴെ വീണതായിരുന്നു ഗൈസ്. അവിടെയും കിളിക്കുന്നുണ്ട്. വണ്ടി പോട്ടെ, നമുക്കിനി പയർ കൃഷി ആണ്. നമ്മുടെ പയർ കൃഷി ഇതിങ്ങനെ കിളിച്ച് കയറി ഇതിൽ കൂടി ഇങ്ങനെ വരും. അതാണ് ഗൈസ് നമ്മുടെ പയർ കൃഷി. പയറിങ്ങനെ കുറേ അങ്ങോട്ട്. പിന്നെ ഇവിടെയുണ്ട് കപ്പ, അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഉണ്ട് ഗൈസ്. ഇതിന് മൈക്ക് വെച്ചിട്ടില്ലേ, സൗണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ വെളിയിലത്തെ നമ്മുടെ കൃഷി. നീ തിരിച്ചു വെച്ചിട്ട് ഇതാണ് നമ്മുടെ വെളിയിലത്തെ കൃഷി അല്ല, ഇതാണ് കൃഷി. സോ ഗൈസ്, ഉച്ചയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കും. അതൊരു അപ്പുറത്തുള്ളൊരു ക്രൂരന, മൈൻഡ് ചെയ്യണ്ട. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഫോണിന് ചാർജ് ഇല്ല ഗൈസ്, അതാണ്. ചിക്കൻ കറി, പുളിശ്ശേരി, സാലഡ്, അവിയല്, തോരൻ, അച്ചാറ്, ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം കഴിച്ചിട്ട് വരാം. സൂപ്പറാണ് ഗൈസ്. കഴിച്ചു കഴിഞ്ഞു. കഴിച്ചുകൊണ്ടിരിക്കുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കണം ഗൈസ്. ഉച്ചയ്ക്ക് മെഡിസിനൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞിട്ട് നേരെ ഒരു റൈഡിന് ഇറങ്ങും വീൽ ചെയറിൽ ഗൈസ്. അപ്പം ഇവിടെ ഭയങ്കര ക്രൗഡാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ നമുക്ക് പിന്നെ പറയാം. ക്രൗഡാണ് ഗൈസ്. ഇവിടെ ഭയങ്കര ക്രൗഡാണ് ഗൈസ്. അപ്പോൾ കണ്ട പായസം കുടിച്ചോണ്ടിരിക്കാം. പായസത്തിന്റെ പ്രത്യേകത നമുക്ക് പിന്നെ പറയാം. സേമിയ പായസമാണ്. ഇതിൽ മധുരമുണ്ട്, ഇതിൽ സേമിയ ഉണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, പാലുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പുറത്തിരിക്കുന്ന പുള്ളി വെള്ളമാ ഗൈസ്. ശരിയെന്നാ. കേക്ക് മുറിയായിരുന്നു. ഇതായിരുന്നു ഗൈസ് സർപ്രൈസ്. അങ്ങനെ ജ്യോതിമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ചു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. എന്റെ മോനെ ഇനി പിന്നെ പറയാം.